ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലച്ചുവും സിദ്ധുവും കല്ലുമോളും കൂടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുവാണ്. സിദ്ധുവിനാണെങ്കിൽ സ്വന്തം വീട്ടിനേക്കായും ഇവരോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. വന്ന പാടെ അളിയന്മാരെല്ലാം കൂടി സംസാരം കൊണ്ട് തുടങ്ങി. അതായത് പാറു അളിയനും കേശു അളിയനും ശിവാനി അളിയനും എല്ലാവരും കൂടി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ പാറക്കുട്ടി പഠിക്കാത്ത കാര്യം കല്ലുമോൾ എടുത്തിടുന്നുണ്ട്. പാറക്കുട്ടി അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് പിണങ്ങിപ്പോയിരിക്കുന്നു. പാറക്കുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കല്ലുമോളെയും കൊണ്ട് ലച്ചു ചേച്ചി തന്നെ പറഞ്ഞാണെന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ കല്ലുമോളാണെങ്കിൽ പാറക്കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയത്ത് ലച്ചു ആണെങ്കിൽ സിദ്ധുവിനോട് പറയുന്നു, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി, നമുക്ക് പുറത്ത് പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാലോ. അവർ 3 പേരും കൂടി പോകാമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. സിദ്ധു ആണെങ്കിൽ അതിനേക്കായും വലിയൊരു പണി ഒപ്പിക്കുന്നുണ്ട്. പിന്നീട് പാറക്കുട്ടിയെ സമാധാനിപ്പിക്കാൻ പോകുന്ന ലച്ചുവിനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തങ്ങളെ വീണ്ടും അടിയായി കയ്യിലൊക്കെ പിടിച്ച് കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്നും എത്രയും പെട്ടെന്ന് തനിക്കും ഗൾഫിൽ പോകണമെന്ന് സിദ്ധുവിനോട് പോയിരുന്ന് പാറു അളിയൻ പറയുന്നു. ആ സമയത്ത് കേശു അളിയനെ വിളിച്ചു നിർത്തിയിട്ട് സിദ്ധു പറയുന്നുണ്ട്, ഏകദേശം ഈ പരുവമെങ്കിലും ആയെങ്കിലേ പാറക്കുട്ടിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അടുത്ത ആണ്ടിലൊന്നും പോകാൻ പറ്റത്തില്ലെന്നർത്ഥം. ആ സമയത്ത് കേശുവിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. കേശുവിൻ്റെ ഭാവി പ്ലാനിങ് എന്താണെന്ന്, പടവലത്ത് കൃഷി ചെയ്യാനാണ് പ്ലാനിങ് എന്ന് പറയുന്നു. ഓണച്ചന്ത പോലെ നമ്മുടെ പൈസ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഓരോ പ്ലാനിങ്ങാ, അതിലൊന്നും വീഴരുതേ സിദ്ധു എന്ന് ലച്ചു പറഞ്ഞു കൊടുക്കുന്നു. ലച്ചുവിൻ്റെ ഓരോ കാര്യങ്ങൾ പാറക്കുട്ടി വിളിച്ച് പറയുന്നത് കണ്ടിട്ട് ലച്ചുവിന് ദേഷ്യം വരുന്നു. അതായത് കേശുവിനൊരു കോള് വരുന്നുണ്ട്. അത് നമ്മുടെ മെർലിനാണ്. മെർലിനും കേശുവും തമ്മിലുള്ള അടുപ്പത്തിന് ലച്ചു ചേച്ചിയാണ് സപ്പോർട്ട് നിൽക്കുന്നത് എന്നൊക്കെ പാറക്കുട്ടി സിദ്ധുവിനോട് പറയുമ്പം അതൊക്കെ വളരെ മോശമാണ്, പിള്ളേർ കളിക്കൊന്നും കൂട്ട് നിൽക്കരുത് എന്നൊക്കെ സിദ്ധു പറഞ്ഞ് ഉപദേശിക്കുന്ന സമയത്ത് നൈസായിട്ട് പാറക്കുട്ടി അവിടെ നിന്ന് അങ്ങ് മുങ്ങുന്നു. അത് കണ്ടിട്ട് ലച്ചു പറയുന്നു, നീ അങ്ങനെയൊന്നും പോണ്ട, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോഴും ലച്ചുവിൻ്റെ കുറ്റം പറയുന്നു പാറക്കുട്ടി. അപ്പോഴത്തേക്ക് നൈസായിട്ട് പാറക്കുട്ടി അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട് ലച്ചുവായിട്ട്. അതിനുശേഷം സിനിമയ്ക്കും കറങ്ങാനായിട്ടൊക്കെ പോകാൻ വേണ്ടി ലച്ചു റെഡിയായി വന്നിരിക്കുന്നു. അതിനേക്കായി മുന്നേ നമ്മുടെ കേശുവും സിദ്ധുവും കൂടി റെഡിയായി നിൽക്കുന്നു. വാ നമുക്ക് പോകാമെന്ന് പറയുമ്പം വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് കേശു. നിങ്ങളൊക്കെ ഇതെവിടെയാ? ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു. നിങ്ങളേത് സിനിമയ്ക്കാണ് പോകുന്നത്? ആ സിനിമയ്ക്ക് തന്നെ നമ്മളും വരുന്നേ. ഒന്നും അറിയാത്ത കണക്ക് അഭിനയിക്കുക അല്ലേ? ലച്ചു ചേച്ചിയുടെ പ്ലാനിങ്ങാ, എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് ആക്ട് ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞാൽ കേശു അങ്ങനെ നൈസായിട്ട് വിഷയം കൈകാര്യം ചെയ്യുന്നു. അമ്മായിയും ആൻറ്റിയും മുത്തശ്ശിയും എല്ലാവരും റെഡി ആയിട്ട് വരുന്ന കണ്ടിട്ട് നിങ്ങളിതെങ്ങോട്ട് ആ സപ്താഹത്തിന് പോവുകയാണോന്ന് ലച്ചു ചോദിക്കുന്നു. അല്ല, സിനിമയ്ക്ക് പോവുക. എൻ്റെ കൊച്ച് ആദ്യമായിട്ട് വിളിച്ച് സിനിമയ്ക്ക് പോകുമ്പം അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി പോകണം. ലച്ചു ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. സിനിമ കൊള്ളത്തില്ലായിരിക്കും, ഞങ്ങൾ 3 ആളും കൂടി പോയി കണ്ട് റിവ്യൂ നിങ്ങളോട് വന്ന് പറയാം, കൊള്ളാമെങ്കിൽ നിങ്ങൾ പോയി കണ്ടാൽ മതിയല്ലോ. മിക്കവരും പറയുന്നത് ആ സിനിമ അത്ര കൊള്ളത്തില്ലെന്നാ. കുഴപ്പമില്ല ചേച്ചി, കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലേലും നമുക്ക് ഒരുമിച്ച് കാണാം. സിനിമ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിച്ചിരുന്ന് സമയം പോക്കാമല്ലോ എന്ന് കേശു പറഞ്ഞ് എല്ലാവരും കൂടി റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. വണ്ടിയിലാണെങ്കിൽ എല്ലാവരും കയറി. ലച്ചു കയറിയോ ഇല്ലയോ എന്ന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ലച്ചു പറയുന്നു, ഒരു ബുദ്ധിയില്ലാത്ത ഭർത്താവും പ്രൈവസി തരാത്ത വീട്ടുകാരും എല്ലാം കൊള്ളാം. ലച്ചുവിനെ കയറ്റാതെ എല്ലാവരും കൂടി കാറെടുത്ത് പോകുമ്പം ലച്ചു വണ്ടിയുടെ പിറകെ നടന്ന് ഓടി വിളിക്കുന്നു, ഞാൻ കയറിയിട്ടില്ല സിദ്ധു എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഒടുക്കം ഇത്തിരി മുന്നേ പോയി വണ്ടി അങ്ങ് നിർത്തുന്നു. വണ്ടിയിൽ നിന്ന് കേശുവും സിദ്ധുവും കൂടി വന്ന് ലച്ചുവിനെ കാല് പിടിച്ച് വിളിക്കുന്നെങ്കിലും അവൾ വരുന്നില്ല. എന്തായാലും ഞാൻ വരുന്നില്ല, എന്നെ കൂട്ടാതെ പോയതല്ലേ, ഇനി ഞാൻ വരത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിദ്ധു ആണെങ്കിൽ ലച്ചുവിനെ എടുത്ത് ഓടിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ സൂപ്പർ എപ്പിസോഡായിരുന്നു. ലച്ചുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ സിദ്ധുവിനോട്. കുറേ വർഷത്തിന് ശേഷം ഭാര്യയും കുഞ്ഞിനെയും കാണുക. അപ്പോൾ തങ്ങളെ കൂട്ടി എവിടെയെങ്കിലും പ്രൈവസിയോടെ കറങ്ങാൻ പോകണമെന്ന് നിൽക്കാതെ ഫാമിലി ആയിട്ട് പോകുന്ന ആ നിലപാടിനോട് ലച്ചുവിന് യോജിക്കാൻ പറ്റുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ദേഷ്യം അവളുടെ മുഖത്ത് കാണാനുമുണ്ട്. എല്ലാം കണ്ടും കേട്ട് സഹി കെട്ട ലച്ചു ഇനി എന്തെങ്കിലും വാവിട്ട് പറയുമോ? കാത്തിരിക്കാം.